മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുടെ പ്രശ്നം കേൾക്കാൻ ഈ മാസം 30-ന് യോഗം ചേരും. ആശാ വർക്കർമാരുടെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ പ്രത്യേക കമ്മിറ്റി വിവിധ തൊഴിലാളി സംഘടനകളുമായി സംസാരിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? കൂടുതൽ വിശദാംശങ്ങൾ. സാമൂഹ്യനീതി വകുപ്പ് ചുമതലപ്പെടുത്തിയ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടായിരുന്നു. ഹരിത വി കുമാർ IAS നേതൃത്വത്തിൽ ധനവകുപ്പിലെയും തദ്ദേശഭരണ വകുപ്പിലെയും സാമൂഹ്യനീതി വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5-അംഗ സമിതിയാണ് ആശാവർക്കർമാരുടെ വിവിധ ട്രേഡ് യൂണിയനിൽ നിന്നുള്ള പരാതി കേൾക്കുക. വലിയ തരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങിയ സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് ഇത്തരത്തിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അതിനു മുമ്പ് പല ആവർത്തി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയെങ്കിലും അന്ന് അവർ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാം, ആ കമ്മിറ്റി ഇത് സംബന്ധിച്ച ഒരു പഠനം നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5 ട്രേഡ് യൂണിയനുകൾ, അതായത് ആശാ വർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നതും ഒപ്പം ആശാ വർക്കർമാരുടെ 5 സംഘടനകളുമായിട്ടാണ് ഈ 30-ാം തീയതി ചർച്ച നടത്തുക. ഓരോ ട്രേഡ് യൂണിയനുകളെയും വെവ്വേറെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, അന്ന് 2 മാസ സമയമാണ് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി ഹരിത വി കുമാറിന് നൽകിയിരുന്ന സമയം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ എല്ലാം പരാതികളും ആക്ഷേപങ്ങളും കേട്ടതിന് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വൈകിപ്പോയത്. എന്തായാലും ആശാ വർക്കർമാരുടെ ഈ സമരം നടത്തുന്നവരുടെ സംഘടന ഉൾപ്പെടെയുള്ള 5 സംഘടനകളെ CITU, AITS, ANTS തുടങ്ങി ഇവർ നേതൃത്വം നൽകുന്ന 5 സംഘടനയിലുള്ള ആളുകളുമായിട്ടായിരിക്കും ചർച്ച നടത്തുക. ചർച്ചയുടെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെഡ്യൂളായി പരിഷ്കരിച്ച് നൽകി ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് നൽകി കഴിഞ്ഞു. അതേസമയം ആശാ വർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം കൂടി മുൻകൂറായി അനുവദിച്ച് സർക്കാർ ഓർഡർ വന്നിട്ടുണ്ട്. ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള ഓണറേറിയം, അതായത് 7,000 രൂപ വെച്ച് അടുത്ത 3 മാസത്തേക്കുള്ള ഓണറേറിയം ഈ 21,635 ആശാ വർക്കർമാർക്ക് നൽകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 3 മാസത്തെ ഓണറേറിയം മുൻകൂറായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ശരി ബിനോയ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുടെ പ്രശ്നം കേൾക്കാൻ ഈ മാസം 30-ന് യോഗം ചേരും. ആശാ വർക്കർമാരുടെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ പ്രത്യേക കമ്മിറ്റി വിവിധ തൊഴിലാളി സംഘടനകളുമായും സംസാരിക്കും.